എല്ലാവർക്കും മിസ്റ്റർ ബൈക്കടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മ്യൂസിക് ബെൽ എന്ന് പറഞ്ഞ സർക്യൂട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയണ മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ സർക്യൂട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സർക്യൂട്ട്. ഇത് ഇത്ര വലിയത് സർക്യൂട്ടൊന്നും അല്ല കേട്ടോ, ഇത് ഇത്രയും ചെറിയൊരു ഇതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒച്ചയൊന്നും നിങ്ങൾക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് കേൾപ്പിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഒച്ച ഇതാണ്. പിന്നെ ഇതിലില്ലേ, നിങ്ങൾ സ്പീക്കർ എടുക്കുമ്പോൾ ഇത്ര വലിയ സ്പീക്കറൊന്നും എടുക്കണ്ട, ചെറിയ സ്പീക്കർ എടുത്താലാണ് ഇതിന് നല്ല ഒച്ച ഉണ്ടാകുന്നത്. വലുതാകുമ്പോൾ അത്ര ഒച്ച കുറയുന്നുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കണത് എങ്ങനെയാണെന്നൊക്കെ അറിയണ്ടേ. അതിനും ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാലേ, ഇത് നമുക്കൊരു കോളിംഗ് ബെല്ലായിട്ട് യൂസ് ചെയ്യാം. പിന്നെ സൈക്കിളിൻ്റെ ഒക്കെ ബെല്ലില്ലേ, അതായിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതെങ്ങനെയാണെന്ന് നോക്കണ്ടേ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്നൊക്കെ വെച്ചാൽ, ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് BT66 എന്ന് പറയുന്ന ഒരു ചിപ്പാണിത്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇത് ഒരു കണ്ടാൽ ട്രാൻസിസ്റ്റർ പോലെയൊക്കെ ഇരിക്കും. ഇതിന് 3 ലെഗുകളുണ്ട്. രണ്ടാമതായിട്ട് ഇതൊരു BC547 എന്ന് പറയുന്ന ഒരു NPN ട്രാൻസിസ്റ്ററാണിത്. അടുത്തതായി നമുക്കൊരു 1K റെസിസ്റ്റർ വേണം. പിന്നെ നമുക്ക് ഒരു സ്വിച്ചും വേണം. ഇത് ഓൺ ഓഫ് സ്വിച്ച് അല്ല. പിന്നെ നമുക്ക് 2 ബാറ്ററികൾ ഇടാൻ പാകത്തിലുള്ള ഒരു കേസ് വേണം. പിന്നെ നമുക്ക് ഒരു സ്പീക്കർ. അവസാനമായി വേണ്ടത് ഒരു കോമൺ PCB ബോർഡാണ്. ഇതെല്ലാം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്കിത് വേണ്ടത്. ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു കോമൺ PCB ബോർഡുമാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വരച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഈ 4 പോയിൻറ്റും നമ്മുടെ ഈ സ്വിച്ചിനാണ്. പിന്നെ ഇങ്ങനെ വരച്ചിരിക്കുന്നത് IC ചിപ്പിനാണ്. പിന്നെ ഇങ്ങനെ എടുത്തിരിക്കുന്നത് നമ്മുടെ റെസിസ്റ്ററിനും ഇത് ട്രാൻസിസ്റ്ററിനുമാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്ന് ഇതായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് നമ്മൾ ട്രാൻസിസ്റ്ററാണ് ഇടുന്നത്. ട്രാൻസിസ്റ്റർ ഈ 3 ഹോളിന് പറ്റിയ ഇതിൽ നമുക്ക് ഈ ലെഗുകൾ വളച്ച് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ബാക്കി വന്ന എക്സസ് ലെഗ്സ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, സോൾഡർ ചെയ്യേണ്ട ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ ലെഗ് വരെ നമുക്ക് സോൾഡർ ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് സോൾഡറിലോട്ടൊക്കെ കടന്നാൽ ഇവിടെ നിന്ന് അവിടം വരേക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ സോൾഡറിങ് ആരംഭിച്ചു. നമ്മളാ വരച്ച വരയെ കൂടെയൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ
ഇപ്പോൾ നമ്മൾ വരച്ച വരയിൽ കൂടിയൊക്കെയാണ് ഇപ്പോൾ സോൾഡറിങ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ബാറ്ററി കേസിൻ്റെയും സ്പീക്കറിൻ്റെയൊക്കെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബാറ്ററി കേസിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ സോൾഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ സ്പീക്കറിൻ്റെ വയറാണ് ഇപ്പോൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ സ്പീക്കറിൻ്റെ വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇതിലൊക്കെ ബാറ്ററി ഒന്ന് ഇട്ട് നോക്കാം. ഇനി ചെക്കിംഗ് ആണ്. ഒരു ട്യൂണിങ് പോലത്തെ ഒരു ഒച്ചാണ്, നല്ലൊരു ട്യൂണാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ 3 വോൾട്ട് DC-യിൽ കൂടുതൽ നമ്മൾ ഇതിൽ വോൾട്ടേജ് കൊടുക്കാൻ പാടുള്ളതല്ല. 1.5 വോൾട്ടൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്പീക്കർ ഇങ്ങനത്തെ വാക്കാം. നോക്കിയേ, ഇതുപോലത്തെ വാക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്പീക്കർ ആക്കാം. പിന്നെ നമുക്ക് ഇങ്ങനത്തെ സൗണ്ട് കിട്ടുന്നത് നമ്മുടെ ഈ IC ചിപ്പ് മൂലമാണ്. ഈ ചിപ്പ് മാറ്റിയിട്ട് നമുക്ക് പല പല സൗണ്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കൂടെ കാണാം. ക്യാമറമാൻ പ്രവീണിൻ്റെ ഒപ്പം ഇറ്റ്സ് മീ ദേവൻ സൈനിങ് ഔട്ട്.